എടോ താൻ ഈ പറയുന്ന കാര്യങ്ങളിൽ പകുതി സത്യമാണ്. പക്ഷേ എന്നാ താൻ പറ, ഇന്നത്തെ തലമുറയിൽ ആരുണ്ട് നല്ലവൻ? ഏതൊരുത്തുണ്ട് നല്ലവൻ? എൻ്റെ പൊന്നു കുരുവച്ച, കുറച്ച് നാൾ മുമ്പ് വരെ ഇതൊക്കെ തന്നെയായിരുന്നു എൻ്റെയും ചിന്ത. മതി സുധാര, തന്നെ ആ പിഴകളെടുത്ത് ആശുപത്രി കൊണ്ടുവന്ന് നന്ദിയില്ലേ താൻ കാണിക്കുന്നത്? അതെനിക്കറിയാം. എടോ അതിങ്ങനെ പുച്ഛിച്ച് പറയേണ്ട ഒരു കാര്യമല്ലടോ. അവന്മാരുടെ ബഹളവും അലമ്പും കാരണം ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞിട്ട് പോലീസ് വന്ന് അവന്മാരെ അടിച്ചോടിച്ചിട്ടുണ്ട് ഇല്ലയോ? എനിക്ക് നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീഴുമ്പോഴേ എന്നെ രക്ഷപ്പെടുത്തേണ്ട കാര്യമില്ല അവന്മാർക്ക്. എന്നിട്ടും നിങ്ങൾ ഈ പറഞ്ഞ പിഴകൾ എന്നെ എടുത്ത് ആശുപത്രി കൊണ്ടുപോയി. അതിനെന്താ? അതിനെന്താന്നല്ല, അതിൽ കാര്യമുണ്ട്. അവന്മാർക്കിടയിൽ നല്ല മനസ്സുള്ളവന്മാരുണ്ടോ? തനിക്ക് ആമ്പിള്ളേരില്ലാത്തതുകൊണ്ട് തോന്നുന്നത് ഇതൊക്കെ. കുര്യച്ച, എന്താ കുര്യച്ച, എന്തോ തന്റെ പ്രശ്നം എന്നോട് പറ. ആ ജോർജിന്റെ മകൻ ജോജിയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? അവൻ പിഴയല്ലേ? അവൻ ഇത്തിരി പഴയാ. ഇത്തിരിയല്ല, മൊത്തത്തിൽ പിഴയ അവൻ. ആയിക്കോട്ടെ, അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ലല്ലോ. ആണ്. എന്റെ മോക്ക് ജോജി എന്ന് പറയുന്ന ആരോട് പ്രേമം. താനിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? സത്യമാടു, ഞാൻ എങ്ങനെ വളർത്തി മോളാ? അവക്ക് എന്നെയും വേണ്ട, അവിടെ തള്ളയും വേണ്ട. ആ പിഴച്ചോനെ മതിയെന്ന്. നല്ലൊരുത്തനാന്ന് കെട്ടിനടത്തി കൊടുക്കാറുണ്ട്. ഇതിപ്പോ അങ്ങനല്ലല്ലോ. വിഷമിക്കാതെ കുര്യച്ച, താൻ മോളോടൊന്ന് പോയി സംസാരിക്കും. അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. എവിടുന്ന് പറഞ്ഞ് മനസ്സിലാക്കി ചെന്നപ്പോ അവിടെ കയ്യിൽ നിന്ന് ഗ്ലാസ് എടുത്ത് നെഞ്ചത്തെറിഞ്ഞ് ഞാൻ മൂവടച്ചെന്ന് കൊടുക്കുകയും ചെയ്തു. ഇതിനെല്ലാം കാരണം ജോജി എന്ന് പറഞ്ഞ പന്ന കഴിവുറാമനോ. അവനെ ഞാനൊന്ന് കാണാനിരിക്കോ, എന്നെങ്കിലും അവൻ എന്റെ മുമ്പിൽ വരുമല്ലോ. സുധാരേട്ടാ, ആ ജോജി വന്നിരിക്കുന്ന ഒന്നും മിണ്ടല്ലേ. എന്താ മോനെ? ഒരു സിഗരറ്റ്. എന്താ ചോദിച്ചേ? ഇല്ലല്ല, ഞാൻ പിന്നെ വരാം. അവിടെ തന്നെ നിങ്ങളിതെന്തോ കാണിക്കുന്നത്? നീ ഒരു പന്നലാണെന്ന് എനിക്കറിയാം. ആ ഗുണം കൊണ്ട് തന്നെ മോളെ ജീവിതം നശിപ്പിക്കാൻ വന്നിട്ടുണ്ടല്ലോ. രക്ഷേക്കത്തില്ല ഞാൻ. പറയുന്നേ താനൊന്ന് നിന്നേ. താനൊരു ചുക്കും ചെയ്തിട്ടുള്ളൂ, കിടന്ന് തിളക്കാടൂ. തന്റെ മോളെ ഞാൻ വളച്ചിട്ടുണ്ടെങ്കിലേ അവള് തന്റെയും തന്റെ പെണ്ണുമ്പിളയുടെയും മുഖത്ത് കാർക്കിച്ച് തുപ്പിയിട്ട് എന്റെ കൂടെ ഇറങ്ങി വരും. കാണണം എനിക്ക്. ഞാൻ പോയിക്കോളേട്ടാ, പക്ഷെ കാലവും നിയമവും ഒക്കെ ഞങ്ങൾക്ക് അനുകൂലമാന്നേ. ഇയാളെടുത്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങോട്ട് പോവാ. താനും കേട്ടില്ലേ അവളെന്റെ മുഖത്ത് തുപ്പിയിട്ട് പോകുന്നു? എന്നാ എനിക്കൊന്ന് കാണണമല്ലോ. എന്റെ പൊന്നു കുര്യച്ച, എങ്ങനെ എടുത്തിയാടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യല്ലേ? ഇതൊക്കെ സമാധാനപരമായിട്ട് തീർക്കേണ്ട കാര്യങ്ങളാ. സുധാരേട്ടോ, അറിഞ്ഞോ നമ്മുടെ ഷേണായുടെ മോള് മരിച്ചുപോയി? അയ്യോ, ആ കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്നാണല്ലോ നാട്ടുകാരൊക്കെ പറഞ്ഞത്. എവിടുന്ന്? തൂങ്ങിച്ചാവാൻ നേരത്ത് കഴുത്തൊടിഞ്ഞു പോയി വെച്ചോ. അന്ന് കയററുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഞങ്ങളെല്ലാവരും കൂടിയാ. ഇത് ഹോസ്പിറ്റലുകാർക്ക് കാശടിക്കാനുള്ള തന്ത്രമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ കൊച്ചിന് ഇത് എന്നാത്തിന്റെ കേടായിരുന്നു. ആ ഷേണായി സാർ ഇതെങ്ങനെ സഹിക്കും? ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? ആ കൊച്ചിന്റെ ഇഷ്ടം നടത്തി കൊടുത്താൽ പോരായിരുന്നു അങ്ങേർക്ക്. ഇനിയിപ്പോൾ തലയ്ക്ക് കൈ വെച്ചോണ്ടിരിക്കാം. ഞാൻ പോട്ടെ, ജംഗ്ഷനിൽ ഒരു ഫ്ലെക്സ് വെക്കാനുണ്ട്. എന്റെ മോളുടെ ഇഷ്ടം നടത്തി കൊടുക്കാം അല്ലേ സുധാര? അവൻ എത്ര കൊള്ളാത്തവനാണെങ്കിലും നമുക്കവരെ നന്നാക്കി എടുക്കാം അല്ലേ കുര്യച്ച? ജീവനെ പോലെ വളർത്തിയ പെണ്ണുമോളാ അവള്. ഞങ്ങളുടെ മുന്നിൽ തൂങ്ങിയാടുന്ന കാണുന്ന ചങ്കറപ്പൊന്നും ഞങ്ങൾക്കില്ല സുധാര.